Good morning. Good morning, students. I hope you all are fine there. Today, take a new lesson, how a computer works. Lesson 3. All of you take the page number 24. Got it? All of you take the page number 24. Today the lesson, how a computer works. Computer എങ്ങനെയാണ് work ചെയ്യുക? Friends, a computer works like any other machine. It follows the process IPO cycle. Computer work ചെയ്യുന്നത് ഒരു IPO cycle-ലാണ്. എന്താ? What do you mean by IPO? Input, process, output. Let's begin by understanding the IPO process of a machine. എന്താണ് ആ മെഷീനിലെ IPO എങ്ങനെയാണെന്നുള്ളത് ഫോർ എക്സാമ്പിൾ ത്രൂ ആണ് നമ്മുടെ ബുക്കിൽ കാണിക്കുന്നത്. ഡു യു ലൈക്ക് പോപ്കോൺ? നിങ്ങൾക്ക് പോപ്കോൺ ഇഷ്ടമാണോ? ഹൗ ക്യാൻ യു മേക്ക് ദ പോപ്കോൺ? എങ്ങനെയാണ് പോപ്കോൺ മേക്ക് ചെയ്യുക? നോക്കൂ. ടു ബിഗിൻ വിത്ത് ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് വിത്ത് എ സിമ്പിൾ എക്സാമ്പിൾ. സിമ്പിളായിട്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഹാവ് യു എവർ സീൻ കോൺ പോപ്പിംഗ് ഇൻസൈഡ് എ പോപ്കോൺ മെഷീൻ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ പോപ്കോൺ മെഷീൻ്റെ ഉള്ളിൽ പോപ്കോൺ പെട്ടപ്പെട്ടാന്ന് പൊട്ടി ഉണ്ടാവുന്നത്? നമ്മൾ ടൂർ പോകുമ്പോൾ കാണാൻ സാധിക്കും. കോൺ ഈസ് പുട്ട് ഇൻ ടു ദ മെഷീൻ ആസ് ഇൻപുട്ട്. പോപ്കോൺ എന്ന് പറയുന്നത് അവിടെ ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട് പോപ്കോൺ. ആ കോണിന് അതാണ് ഇൻപുട്ട്. നമ്മൾ എന്താണോ എടുക്കുന്ന ആ തിങ്ങാണ് ഇൻപുട്ട്. അത് ആ മെഷീൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ അത് അവിടുന്ന് ചൂട് തട്ടുമ്പോൾ പെടോന്നാണ് ഇങ്ങനെ പൊട്ടിപ്പൊടിയും. അതിനെയാണ് പ്രോസസ്സ് എന്ന് പറയുക. പ്രോസസ്സായിട്ട് നല്ല കോണായിട്ട് പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന സാധനമാണ് ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് IPO cycle, input, process, output. Got it? The machine heats up the corn and they start popping. ആ മെഷീൻ ചൂടാവുമ്പോൾ കോൺ എന്താവും? കോൺ പോപ്പാവും. ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ പൊട്ടി വരും ഹീറ്റ് ആവുമ്പോൾ. ദിസ് ഹീറ്റിംഗ് ഈസ് ദ പ്രോസസ്. ആ ചൂടിനെയാണ് പ്രോസസ് എന്ന് പറയുക. ഫൈനലി വി ഗെറ്റ് യമ്മി പോപ്കോൺ ഫ്രം ദ മെഷീൻ. നല്ല യമ്മി പോപ്കോൺ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള പോപ്കോൺ നമുക്ക് ആ മെഷീനിൽ നിന്ന് പുറത്തേക്ക് കിട്ടും. ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. ഹിയർ പോപ്കോൺ ഈസ് ദ ഔട്ട്പുട്ട്. ആ പോപ്കോണിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയാം. ദിസ് ഹോൾ പ്രോസസ് ഈസ് നോൺ ആസ് ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. ഈ മുഴുവനായിട്ട് നടക്കുന്ന ആ ഒരു പ്രോസസ്, വാട്ട് യു മീൻ ബൈ പ്രോസസ്? പ്രക്രിയ. ആ പ്രോസസ്സിനെയാണ് ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതിനെയാണ് IPO സൈക്കിൾ എന്ന് വിളിക്കുക. വേറൊരു എക്സാമ്പിൾ നോക്കോ. ഓൾ മെഷീൻസ് വർക്ക് ഇൻ 3 ബേസിക് സ്റ്റെപ്പ്. എല്ലാ മെഷീൻസിനും ഒരു 3 സ്റ്റെപ്സ് ഉണ്ട്. നോക്കിക്കേ, ഇൻപുട്ട്, പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട്. ലെറ്റ് us make it more clear by understanding the IPO cycle process of making mango shake. നമുക്കൊരു മാംഗോ ഷേക്ക് ഉണ്ടാക്കിയാലോ? ഹൗ ക്യാൻ യു മേക്ക്? ഫസ്റ്റ്ലി എന്ത് വേണം? യു ഗിവ് മാംഗോ പൾപ്പ്. മാംഗോൻ്റെ ഉള്ളിലെ പൾപ്പ്, ആ മാംസമായിട്ടുള്ള ഭാഗം, തോലൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് നമ്മൾ എടുക്കാറില്ലേ? ഷുഗർ ആൻഡ് മിൽക്ക്. മാങ്ങ മാത്രം മതിയോ? ഷുഗർ വേണം, മിൽക്ക് വേണം, പഞ്ചസാരയും പാലും വേണം. ദാറ്റ് ഈസ് ഇൻപുട്ട്. മാംഗോ പൾപ്പ്, ഷുഗർ, മിൽക്ക്. അതെന്ത് ചെയ്യും? നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇടും. ഇൻപുട്ട് ടു മിക്സർ. മിക്സീൻ്റെ ജാറിലേക്ക് അതിനുള്ളിലേക്ക് ഇടുന്നതാണ് ഇൻപുട്ട്. അത് അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് പ്രോസസ്. ദ മിക്സർ മിക്സസ് ദ പൾപ്പ്, ഷുഗർ ആൻഡ് മിൽക്ക്. ആ മാങ്ങേൻ്റെ പൾപ്പും ഷുഗറും പഞ്ചസാരയും പാലും, മാങ്ങേൻ്റെ മാംസമായിട്ടുള്ള ഭാഗം, ആ മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ച് പഞ്ചസാരയും പാലും മാങ്ങയും എല്ലാം കൂടെ നല്ല കൊഴുകൊഴുത്തൊരു ജ്യൂസായിട്ട് മാറും. ദിസ് ഈസ് ദ പ്രോസസ്. അത് അതിനുള്ളിൽ നടക്കുന്ന ആ പ്രക്രിയയാണ് പ്രോസസ് എന്ന് പറയുന്നത്. ദ മാംഗോ ഷേക്ക് ദാറ്റ് യു ഗെറ്റ് ഇൻസ് ദ ഔട്ട്പുട്ട്. പുറത്തേക്ക് നമ്മൾ നല്ല ഭംഗിയുള്ള ജ്യൂസ് ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിക്കുമ്പോൾ അതെന്തായി? മാംഗോ ഷേക്കായി. അപ്പോൾ ഇൻപുട്ട് എന്താണ്? മാംഗോ പൾപ്പ്, ഷുഗർ, മിൽക്ക്. അത് മിക്സി ജാറിൽ ഗ്രൈൻഡ് ചെയ്യുന്നതിനെയാണ്, മിക്സർ ചെയ്യുന്നതിനെയാണ് പ്രോസസ് എന്ന് പറയുന്നത്. അത് മാംഗോ ഷേക്കായിട്ട് പുറത്ത് നമ്മൾ ഗ്ലാസ്സിൽ സെർവ് ചെയ്യാൻ എടുക്കുന്നതിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയാം. ഗോട്ട് ഇറ്റ്? ലിസൺ. ഇൻപുട്ട് എന്തൊക്കെയാണ്? മാംഗോ പൾപ്പ്, ഷുഗർ ആൻഡ് മിൽക്ക്. പ്രോസസ് മിക്സിംഗ്. ഔട്ട്പുട്ട് മാംഗോ ഷേക്ക്. ലെറ്റ്സ് റിവ്യൂ. റൈറ്റ് ഇൻപുട്ട്, പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ദ കറക്റ്റ് ബോക്സസ്. താഴെ 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ സ്വയം ചെയ്യുക. എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട്, എന്താണ് പ്രോസസ്സ്? ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ അകത്ത് അവിടെ ഒരു അഴലിൽ കുറേ ക്ലോത്ത്സ് ആറിയിട്ടിട്ടുണ്ട്. ഒരു ബക്കറ്റിൽ സോപ്പ് വെള്ളവും ഡേർട്ടി ക്ലോത്ത്സും ഉണ്ട്. അപ്പുറത്ത് എന്തുണ്ട്? വാഷിംഗ് മെഷീൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് എന്താണ്?
നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുക, വാഷിംഗ് മെഷീനിലേക്ക് തുണി ഇടുന്നതിന് മുന്നേ ആദ്യം സോക്ക് ചെയ്യും. നമ്മൾ ഡ്രസ്സൊക്കെ സോപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യും, പുതർത്തി വെക്കും. എന്നിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യും, വാഷിംഗ് മെഷീനിലേക്ക് ഇടും. വാഷിംഗ് മെഷീനിൽ പ്ലഗ് ഓൺ ചെയ്താൽ അതങ്ങനെ തിരിയും. ആ തിരിയുന്ന പ്രക്രിയക്ക് പ്രോസസ്സ് എന്ന് പറയും. ഈ സോപ്പ് പൊടിയിൽ സോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഇൻപുട്ട്. ഒക്കെ കഴുകി കഴിഞ്ഞ് നല്ല ക്ലീൻ ക്ലോസ് ആയിട്ട് പുറത്തേക്ക് വരും, അതാണ് ഔട്ട്പുട്ട്. ഇപ്പോൾ ലുക്ക് അറ്റ് ദ പിക്ചർ. ഫസ്റ്റ് പിക്ചർ എന്താണ്, അഴലിന് തുണികൾ നല്ല ഭംഗിയിൽ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഡേർട്ടി ക്ലോസ് ആണോ? അല്ല, ക്ലീൻ ക്ലോസ് അല്ലേ. അപ്പം അത് പുറത്ത് കഴുകി വന്ന് പ്രോസസ്സ് കഴിഞ്ഞ് വന്ന സാധനമാണ്. അപ്പോൾ അതെന്താണ്, ഔട്ട്പുട്ട്. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് എഴുതണം, ഔട്ട്പുട്ട്. സെക്കൻഡ് ബോക്സിൽ എന്താ കൊടുത്തിട്ടുള്ളത്, ബക്കറ്റ്, ഡേർട്ടി ക്ലോസ്, സോപ്പ് പൗഡർ. അതെന്താണ്, ഇൻപുട്ടാണ്. നമ്മളെ ഡേർട്ടി ക്ലോസ് വൃത്തിയാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം, വെള്ളം വേണം, സോപ്പ് പൗഡർ വേണം. അപ്പോൾ സെക്കൻഡ് ബോക്സിൽ നിങ്ങൾ എഴുതുക ഇൻപുട്ട്. അടുത്തത് എന്താണ്, വാഷിംഗ് മെഷീനാണ്. അതിലേക്ക് നമ്മൾ ഈ ഡേർട്ടി ക്ലോസ് ഇട്ട് അത് അവിടെ നിന്ന് ഇങ്ങനെ പ്രോസസ്സ് ചെയ്യും, തിരിയുന്നതിനെയാണ് പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ ഔട്ട്പുട്ട്, ഇൻപുട്ട്, പ്രോസസ്സ് കറക്റ്റായിട്ട് ബോക്സിൽ എഴുതാം. അടുത്തത് IPO സൈക്കിൾ ഇൻ എ കമ്പ്യൂട്ടർ. ഇനി നമ്മളിപ്പോൾ ഇത് പഠിച്ചത് പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കും, മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കും, ഡേർട്ടി ക്ലോസ് എങ്ങനെ ക്ലീൻ ക്ലോസ് ആക്കി പുറത്ത് വരും. ആ ഒരു 3 പ്രോസസ്സിനെ നടക്കുന്നതിനെയാണ് ഹോൾ പ്രോസസ് ഈസ് നോൺ ആസ് IPO സൈക്കിൾ. ആ 3 പ്രോസസ്സ് ഒരുമിച്ച് നടക്കുന്ന പ്രക്രിയ IPO സൈക്കിൾ ആണ്. ഇനി ഹൗ ക്യാൻ യു കമ്പ്യൂട്ടർ ഫോളോസ് IPO സൈക്കിൾ? എങ്ങനെയാണ് കമ്പ്യൂട്ടർ ചെയ്യാൻ നോക്കിക്കേ. ഇൻപുട്ട്, എന്താണ് ഇൻപുട്ട് നോക്കുക. ഇൻപുട്ട് ഈസ് ദ ഡാറ്റ ആൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് യു ഗീവ് ടു എ കമ്പ്യൂട്ടർ. നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും ഡാറ്റയാണ് എന്ത്, ഇൻപുട്ട്. യു ക്യാൻ യൂസ് എ കീബോർഡ് ഓർ മൗസ് ടു ഇൻപുട്ട് ഡാറ്റ. ഇൻപുട്ട് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന 2 തിങ്സ് ആണ്, ഒന്ന് കീബോർഡും ഒന്ന് മൗസും അല്ലേ. നമ്മൾ പേരടിക്കാനോ അല്ലെങ്കിൽ ബുക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്, പിന്നെ അത് മൗസിൽ സ്ക്രീൻ ചെയ്യുന്നത്. അപ്പോൾ യു ക്യാൻ യൂസ് കീബോർഡ്, മൗസ്, എന്താണ് ഇൻപുട്ട്. അടുത്തത് പ്രോസസ്. പ്രോസസ് ഈസ് വാട്ട് എ കമ്പ്യൂട്ടർ ഡസ് ടു ദ ഡാറ്റ. പ്രോസസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്താ, അത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആരാ ചെയ്യുക, ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഹൂസ് ദ ബ്രെയിൻ? CPU. എ CPU പ്രോസസ് ദ ഡാറ്റ. ആ പ്രോസസ് എന്ന് പറയുന്ന ഡാറ്റ ചെയ്യുന്നത് ആരാണ്, CPU, ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. അത് കഴിഞ്ഞ് നമ്മൾ ആ ചെയ്ത സംഗതി പുറത്തേക്ക് ഇങ്ങോട്ട് വരും, പ്രിന്റർ ത്രൂ. ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. ഗോട്ട് ഇറ്റ്? ദ റിസൾട്ട് യു ഗെറ്റ് ആഫ്റ്റർ പ്രോസസ്സിംഗ് ഈസ് കോൾഡ് ഔട്ട്പുട്ട്. നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കുന്നതിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ കീബോർഡ് ഉപയോഗിക്കുന്നു, മൗസ് ഉപയോഗിക്കുന്നു, അത് ഡാറ്റ ഒക്കെ കൊടുക്കുന്നു, ആർക്കാ, CPUവിന് കൊടുക്കുന്നു, അത് അതിൽ പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് പ്രിൻ്റ് ഔട്ടായിട്ട് വരുന്നു. ആ പുറത്ത് വരുന്ന പ്രിൻ്റ് ഔട്ടിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയാം. ദ മോണിറ്റർ ഷോസ് ദ ഔട്ട്പുട്ട്. ദ ഔട്ട്പുട്ട് ദാറ്റ് യു സീ ഓൺ എ മോണിറ്റർ ഈസ് കോൾഡ് എ സോഫ്റ്റ് കോപ്പി. മോണിറ്ററിൽ നമ്മൾ ചെയ്ത വർക്കുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും, അതിനെയാണ് സോഫ്റ്റ് കോപ്പി എന്ന് പറയാം. ദ ഔട്ട്പുട്ട് വെൻ പ്രിൻറ്റഡ് ഓൺ എ പേപ്പർ ഈസ് കോൾഡ് എ ഹാർഡ് കോപ്പി. പ്രിൻ്ററിലായിട്ട് പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നതിനെ ഹാർഡ് കോപ്പി എന്നും പറയും. ലെറ്റ് us understand the working of a computer by example. Geeta wants to add 12 and 32 on her computer using calculator. She follows the steps below. എന്തൊക്കെ ചെയ്തു ആദ്യം നോക്ക്. ഗീതക്ക് 12 and 32 കമ്പ്യൂട്ടറിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഹൗ ക്യാൻ യു? ഫസ്റ്റ് സ്റ്റെപ്പ്, ഷീ പ്രസ് ദീസ് ബട്ടൺസ് ആസ് ഇൻപുട്ട്. 12 plus 32 എന്ന് പറയുന്ന നമ്പേഴ്സ് പ്രസ് ചെയ്യുന്നതാണ് ഇൻപുട്ട്. ദ നമ്പേഴ്സ് 12, 32 ആർ ഡാറ്റ ആൻഡ് ദ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ കൊടുക്കുക. ആൻഡ് ഈക്വൽസ് സൈൻസ് ആർ ഇൻസ്ട്രക്ഷൻസ്. പ്ലസും ഈക്വൽസ് ഒക്കെ കൊടുക്കുന്ന ആ സൈൻസിനാണ് എന്ത്, ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ദ കമ്പ്യൂട്ടർ ടേക്സ് ഡാറ്റ. ആ ഡാറ്റ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ എടുക്കുന്നു. ഫോളോ ദ ഇൻസ്ട്രക്ഷൻ, നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ ത്രൂ, ആൻഡ് ആഡ്സ് ദം, അത് ആഡ് ചെയ്യുന്നു. അഡീഷൻ ഈസ് ദ പ്രോസസ്. അവിടെ നടക്കുന്ന ആ അഡീഷൻ എന്ന് പറയുന്നത് എന്താ, കൂട്ടുക. ആ അഡീഷൻ നടക്കുന്ന പ്രോസസ്സ്, അതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദ കമ്പ്യൂട്ടർ ഗീവ്സ് 44 ആസ് ഔട്ട്പുട്ട്. അങ്ങനെ പുറത്തേക്ക് വരുന്ന ആ നമ്പർ എന്താണ്, കമ്പ്യൂട്ടറിൽ മോണിറ്ററിൽ കാണിക്കും. അത് 44. 12 plus 32 is equal to 44. നിങ്ങളൊന്ന് നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കാം. ആ കിട്ടുന്നതിനെയാണ് എന്ത് പറയുക, ഔട്ട്പുട്ട്. Understand all of you read the textbook well, how a computer works. For the example, how can you make a popcorn and mango shake, and dirty clothes, how can you clean clothes. Then computer എങ്ങനെയാണ്
IPO സൈക്കിൾ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ പഠിച്ചത്. അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇൻപുട്ട് എന്താണ്? മൗസ്, കീബോർഡ്, പ്രോസസ്സ് നടക്കുന്നത് CPU, പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒന്ന് മോണിറ്ററും ഒന്ന് പ്രിൻ്ററും. അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു? സോ താങ്ക് യു.